ഏതായാലും ഈ കുടിയേറ്റക്കാരെല്ലാവരും ഉപജീവനത്തിനായി തന്നെയാണോ കുടിയേറുന്നത് എന്ന കാര്യത്തിൽ എപ്പോഴും എല്ലാ രാജ്യങ്ങളും ഈ വിഷയം പരിശോധിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരു തരത്തിലുള്ള നിയമപരിരക്ഷയും നൽകാത്തതും. ഭാരതവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കാൻ നമുക്ക് സാധിച്ചതും. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ നമ്മൾ കണ്ടെത്തി രാജ്യവ്യാപകമായി അവർക്ക് തിരച്ചിൽ നടത്തി അവരെ പുറത്താക്കുന്നൊരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കോ ഒക്കെ വരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരുകൾ എത്രത്തോളം ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് കേരളത്തിന് മാത്രം ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളം ബംഗ്ലാദേശികൾക്കൊരു സുരക്ഷിത താവളമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഈ തിരച്ചിലുകൾക്കെല്ലാം ശേഷം ഭാരതത്തിൽ നിന്ന് തിരിച്ചയച്ചവരിൽ കേരളത്തിൽ നിന്നുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾ പാതി വഴിയിൽ നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കിരൺ കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ, അത് ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഓപ്പറേഷൻ ക്ലീൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, ഭാരതമെമ്പാടും നിന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നു, നമ്മൾ രാജ്യത്ത് നിന്നവരെ പുറത്താക്കുന്നു. അങ്ങനെ പക്ഷെ കയറ്റി അയക്കുന്നവരിൽ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നൊരാൾ പോലും ഉണ്ടായില്ല? അതായത് കണ്ടെത്തപ്പെട്ടവരിൽ തന്നെ ഒരാൾ പോലും തിരിച്ചയക്കപ്പെട്ടവരിൽ ഉണ്ടായില്ല എന്ന് ആ ലിസ്റ്റിൽ എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു സാഹചര്യമല്ലേ കിരൺ? വീണ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിവിധ ഭാഷാ തൊഴിലാളികളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. അതിൽ തന്നെ ഇവർക്കിടയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞേറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിട്ട് പോലീസിൻ്റെ, അതായത് റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നിരുന്നത്. എന്നാൽ ഈ പരിശോധനകൾക്കിടെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 40ഓളം ഈ ബംഗ്ലാദേശികളെയാണ് കണ്ടെത്തിയിരുന്നത്. ഇവർ കൂടാതെ തന്നെ വ്യാജമായിട്ടുള്ള തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കിയിരുന്നതായിട്ടൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഒരു കുടുംബം തന്നെ വ്യാജരേഖ ചമച്ചുകൊണ്ട് വൈപ്പിൻ ഭാഗത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് വർഷങ്ങളായിട്ട് താമസിച്ചിരുന്നതായിട്ടും അന്ന് പോലീസ് കണ്ടെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരുന്നതാണ്. പിന്നീട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി തന്നെ രാജ്യവ്യാപകമായി പരിശോധന നടത്തി ഇത്തരത്തിൽ അനധികൃതമായിട്ട് താമസിക്കുന്ന കുടിയേറ്റക്കാരെ ഒഴിവാക്കണമെന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യാപകമായ പരിശോധനകൾ നടത്തുകയും പിന്നീട് 2000ഓളം പേരെ നാടുകടത്തുകയൊക്കെ ചെയ്തിരുന്നതാണ്. എന്നാൽ കേരളത്തിൽ നിന്ന് മാത്രം ഈ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇത്രയധികം ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ള കണ്ടെത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ വലിയൊരു പരിശോധന നടത്തിയില്ല എന്നുള്ളൊരു വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ഇവർ വ്യാജരേഖ ചമക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കണ്ടെത്തിയിരുന്നതാണ്. ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് തന്നെ ഇതിനുവേണ്ടി പ്രത്യേക ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പിടിയിലായിട്ടുള്ള ഈ 40ഓളം പേരിൽ തന്നെ ഭൂരിഭാഗം പേരും ഈ എറണാകുളത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കേസുകളിൽ ഉൾപ്പെട്ടിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ നിലവിൽ ഇപ്പോൾ ഇവർ റിമാൻഡിലാണ്. എന്നാൽ ബാക്കി ചില ആളുകളെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇവരെ നാട് കടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. വീണ, ഓക്കെ, ശരി.